ഹലാലിസം എന്ന് പറയുന്ന ഒരു സാത്താന്യമായ പരിപാടി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ പെന്തക്കോസിൻ്റെ പേരിലും പെന്തക്കോസുകാർക്കിടയിലും പെന്തക്കോസിൻ്റെ മറവിലുമൊക്കെ നിന്നുകൊണ്ട് ചില ആളുകൾ ചെയ്യുന്നതിനോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഒന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ലൈവിൽ ജോയിൻ ചെയ്യുന്നത്. വ്യക്തിപരമായ വിഷയങ്ങളിൽ ഞാൻ സാധാരണ അങ്ങനെ ഇടപെടാറില്ല, ഇതുവരെയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. എന്നാൽ ഉപദേശപരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൊക്കെ ദൈവസഭയ്ക്ക് വിരോധമായി വരുന്ന കാര്യങ്ങളിൽ ഞാൻ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാറുണ്ട്. ഇന്ന് ഇപ്പോൾ ഈ ലൈവിൽ ഇങ്ങനെ വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ഹലാൽ മേള, ഈ ഒരു സാത്താന്യതയ്ക്കെതിരെ ഞാൻ രണ്ട് പോസ്റ്റില്ല, ഒരു പോസ്റ്റ് മാത്രം ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഒന്ന് എഴുതിയിരുന്നു. ഇത് ആത്മീയമാണോ എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ റൈസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ചൊന്ന് സംസാരിച്ചു. എന്നാൽ അതിനുശേഷം ഇങ്ങോട്ട് എന്നെ വ്യക്തിപരമായി പല കാര്യങ്ങളും അത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് പല ആളുകളും, എസ്പെഷ്യലി കെ എ തോമസ്, അതായത് കെ എബ്രഹാമിൻ്റെ അനിയൻ കെ എ തോമസ് സഹിതം ഇന്നും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ എൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് വലിയ വെല്ലുവിളിയൊക്കെ നടത്തി ചില കാര്യങ്ങൾ എഴുതുകയും അങ്ങനെ വെല്ലുവിളികളൊക്കെ വരികയും അതിനുശേഷം ഇന്ന് പ്രത്യേകിച്ച് കുറച്ച് ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തവരും അതിൻ്റെ ലൈവുകളിൽ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തിരുന്നവരൊക്കെ കുറച്ച് ഭീഷണികളും പിന്നെ കൊട്ടേഷനും പിന്നെ ഗുണ്ടായിസവും ഇങ്ങനെയുള്ള രീതികളിലൊക്കെ സംസാരിക്കുക. അതുകൂടാതെ തന്നെ ഇവരിൽ ഒരു പദം പറയാതെ വയ്യ, ഇവരുടെ ഈ ഹലാൽ മേളയിൽ പോയി ഉണർവ് പ്രാപിച്ച അല്ലെങ്കിൽ അവരുടെ ആ സ്പിരിറ്റിൻ്റെ ശക്തി പ്രാപിച്ച പെൺഗുണ്ടകൾ വരെ എന്തെല്ലാം വൃത്തികെട്ട കമൻറ്റുകളിൽ അവർ പലയിടത്തും പ്രത്യക്ഷപ്പെട്ട് എന്തെല്ലാം തോന്നിവാസങ്ങൾ പേഴ്സണൽ മെസ്സേജിലും ഒക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അവർക്ക് കിട്ടിയ കൃപ അനുസരിച്ച് അവരുടെ ഹലാൽ അനുസരിച്ച് അവർ ചെയ്യട്ടെ. അപ്പം ഞാൻ ഈ പറയാൻ വരുന്നത് ഈ ഹലാൽ, ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹലാൽ എന്ന് പറയുന്ന ഈ പരിപാടി, അതായത് ഇപ്പം വേണ്ടി വന്ന കൊട്ടേഷൻ കൊടുക്കാനും പിന്നെ ഗുണ്ടായിസം കാണിക്കണമെങ്കിൽ ഗുണ്ടായിസം കാണിക്കാനും വീട് അന്വേഷിച്ച് വരാനും ഈ നിലകളിലൊക്കെ അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവരുടെ ഹലാല് വികസിപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ അത് കൊണ്ടു നടത്താൻ അവർക്ക് കഴിയുമെങ്കിൽ അത് ചെയ്യട്ടെ. എന്നാൽ ഈ ഹലാൽ എന്ന് പറയുന്ന ഈ പദം വെച്ച് പെന്തക്കോസിനകത്ത് ഒരു കലക്കമുണ്ടാക്കി ഒരു ജനറേഷനെ തന്നെ തെറ്റിക്കുക, ഒരു ഒട്ടനവധി ആളുകളെ തെറ്റിക്കുന്ന ഈ പൈശാചികതയ്ക്കെതിരെ ചില വാക്കുകളൊന്ന് ഓർപ്പിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. അത് ആ ഒരു ഒറ്റ ചിന്തയിലാണ് ഞാൻ ഈ ലൈവിൽ ജോയിൻ ചെയ്യുന്നത്. എന്നെ വെല്ലുവിളിച്ചതിനോട് ബന്ധപ്പെട്ട് ചില ആളുകൾ, ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഈ വീഡിയോ ഒത്തിരി ലോങ് ആയി പോകല്ലേ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം വെല്ലുവിളിച്ചതിനകത്ത് ഒരു കാര്യം, ഇവർ ചെയ്തതുപോലൊരു പരിപാടി പ്രിൻസ് നിലമ്പൂരിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് കെ എ തോമസിന്റെ ചോദ്യം. കെ എ തോമസിനോട് അതിന്റെ മറുപടി പറയാം. ഇപ്പൊ 2025 നിൽക്കുകയല്ലേ, ഇന്നേക്ക് ഏകദേശം ഒരു 16 വർഷങ്ങൾക്ക് മുൻപ് ഈ കെ എ തോമസിന്റെ ജ്യേഷ്ഠൻ കെ എ എബ്രഹാം വലിയ കുഴപ്പമില്ലാതെ സുവിശേഷം പ്രസംഗിക്കുന്ന രീതിയിലൊക്കെ തൻ്റെ ഒരു ട്രാവലർ വണ്ടി സൗകര്യമൊക്കെ ആയിട്ട് നടക്കുന്ന അവരുടെ ആ ബിഗിൻ സ്റ്റേജിന്റെ എന്ന് പറഞ്ഞാൽ ഈ സാധ്യത് ഗോസ്പൽ മിനിസ്ട്രീസിന്റെ കാലഘട്ടത്തിൽ, അതിപ്പം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ അറിവിലില്ല, ഉണ്ടോയെന്നും അറിയത്തില്ല. അന്ന് ഇവരെ നിലമ്പൂരിൽ വിളിച്ച് പ്രോഗ്രാം നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ. ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്, ഒരു 16-17 വർഷങ്ങൾക്ക് മുൻപത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, അല്ലെങ്കിൽ 15. അപ്പം നമ്മൾ അന്ന് തൊട്ട് ഇങ്ങോട്ട് നിരവധി ഇതുപോലത്തെ പ്രോഗ്രാംസ് നടത്തുകയും അതുകൂടാതെ എണ്ണമില്ലാത്ത വിധം, എത്രയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, കേരളത്തിൽ എല്ലാ ജില്ലകളിലും, കേരളത്തിന് പുറത്ത് ആന്ധ്രാപ്രദേശിലും ഡൽഹിയിലും, ഇനി അതല്ല ഇന്ത്യക്ക് പുറത്ത് ഈവൻ അമേരിക്കയിൽ പോലും പല സ്ഥലങ്ങളിലും പരസ്യമായി കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നതിന് അവസരം ലഭിച്ചിട്ടുള്ള ആളാണ് ഞാൻ.
ഞാൻ നടത്തി എന്ന് പറയുന്നില്ല, അവസരം ലഭിച്ചിട്ടുള്ളതാണ്. പരസ്യയോഗങ്ങളിൽ എനിക്കറിയത്തില്ല, എണ്ണം അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ സ്ഥലങ്ങൾ ഇപ്പം തന്നെ ഞാൻ ഈ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ കവലയിലും എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അഭിമാനത്തോടെ പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഈ കെ എ തോമസിനോട് പറയാനുള്ള കാര്യം, നമ്മൾ ഇതുപോലത്തെ പ്രോഗ്രാമൊക്കെ ഒരുപാട് നടത്തിയിട്ടുണ്ട്. അത് തിരുവനന്തപുരത്തും ഒരുപാട് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തും വിവിധ കൺവെൻഷനിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല പരസ്യങ്ങളിലും ഞങ്ങൾ അനേകം ഇടങ്ങളിൽ കർത്താവിൻ്റെ നാമം ഉയർത്തിയിട്ടുണ്ട്. പിന്നെ 1000 പേരെ വെച്ച് പങ്കെടുത്തിട്ടുണ്ട്. 1000 പേരല്ല, അതിലൊത്തിരി അധികം ആളുകളുള്ള പല വേദികളിലും ഞങ്ങൾ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ നടത്തിയത് ഞാനാണ്, ഇതൊക്കെ നടത്തിയത് ഞങ്ങളുടെ എന്തോ സംഘടനയാണ് എന്ന അവകാശവാദമൊന്നും ഉന്നയിക്കാൻ തൽക്കാലം കെ എ തോമസിനെ പോലെ അല്പനല്ല ഞാൻ. ഇനി കെ എ തോമസിനോട് ചില മറുപടികൾ കൂടെ ഇതിനോട് ചേർത്ത് പറയാം. ഞങ്ങൾ ഇങ്ങനെയൊക്കെ പ്രോഗ്രാംസ് ഒക്കെ നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തുമെങ്കിലും ഇതൊന്നും കച്ചവടമാക്കിയവരല്ല ഞങ്ങൾ. പണ്ട് നിലമ്പൂരിൽ ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ വന്നപ്പോൾ തന്നെ അവിടെ തിരിച്ചു പോകുന്നതിനിടയിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ കാണിച്ച കണിശത, അദ്ദേഹം കാണിച്ച കാര്യങ്ങൾ ഞാൻ തൽക്കാലം ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. അതൊക്കെ അദ്ദേഹത്തോടൊന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. എന്നാലും ഒരു കാര്യം പറയാം, നിങ്ങൾ നടത്തുന്ന പ്രോഗ്രാം പോലെ ഞങ്ങൾക്ക് തൽക്കാലം നടത്താൻ പറ്റില്ല. അതിൻ്റെ കാരണം, കുവൈറ്റിൽ ഈ മഹാൻ ഒരു വലിയ ഉണർവ് നടത്തിയായിരുന്നു. അവസാനം ആ ഉണർവിൻ്റെ ഒടുക്കം ഇദ്ദേഹത്തെ കൊണ്ട് താമസിപ്പിച്ച പാസ്റ്റർ തന്നെ അവിടുന്ന് വണ്ടി കയറ്റി വിട്ട അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം അത്യാവശ്യം എല്ലാവർക്കും നന്നായി അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് ആ രീതിയിൽ എനിക്ക് പ്രോഗ്രാം നടത്താൻ പറ്റില്ല. ഇനി തിരുവനന്തപുരത്ത് ഇവർ ഈ സാധ്യത കൊണ്ട് നടത്തിയ പ്രോഗ്രാമുകൾ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും, രായ്ക്ക് രാമാനം ജീപ്പ് വിളിച്ചൊക്കെ പല വഴിക്ക് ഓടിയവൻ, ഇവരുടെ സാക്ഷ്യങ്ങളൊക്കെ അത്യാവശ്യം തിരുവനന്തപുരത്തുള്ളവർക്ക്, സുബോധമുള്ളവർക്ക്, അവിടെ അത്യാവശ്യം ചരിത്രബോധമുള്ളവർക്ക് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് വീണ്ടും പറയട്ടെ, ആ നിലകളിലും നമുക്ക് പ്രോഗ്രാം നടത്താൻ പറ്റത്തില്ല. നീ ഹലാലിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ചിങ്ങവനത്തും അതിന്റെ പരിസര പ്രദേശങ്ങളിൽ ഇവർ താമസിച്ചിരുന്ന പനച്ചിമൂട്ടിലുമൊക്കെ ഇന്നത്തെ ഇവർ ഉൾപ്പെട്ട് നിൽക്കുന്ന PCI എന്ന് പറയുന്ന ആ സംഘടനയോട് ബന്ധപ്പെട്ട് അന്നുണ്ടായിരുന്ന ഇവരുടെ ഒരു ഇടയ സംഗമം എന്ന് പറയുന്ന, ഇപ്പം നാമമാത്രമായി പോയി, അതിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് കണ്ടപ്പോൾ ഇന്ന് ഇവര് കഴിഞ്ഞ ദിവസം റോട്ടിൽ കൂടെ കിടന്ന് മുദ്രാവാക്യം വിളിച്ച PCI എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരെ ഇവർ ഊമക്കത്ത് എഴുതി കണ്ട സഭകളിലെല്ലാം കൊണ്ടുപോയി, കണ്ട പാസ്റ്റർമാരുടെ എല്ലാം വീടിന്റെ മുറ്റത്തൊക്കെ കൊണ്ടിട്ട ഇത്തരം തോന്നിയവാസങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തത്, ഇവരിപ്പോൾ ഈ ഹലാൽ എന്ന് പറഞ്ഞ പരിപാടി നടത്തി. ഈ ഹലാലിൽ തന്നെ കാണിച്ചു കൂട്ടിയിരിക്കുന്ന സാത്താന്യതകൾ, എസ്പെഷ്യലി അതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചാ വിഷയമായിട്ടുള്ള അവരുടെ ഗാനാവതരണങ്ങളും മേളങ്ങളും മേളക്കൊഴുപ്പും ബഹളങ്ങളും ഒന്നും ഒരു സുബോധമുള്ള ദൈവവൈതലിന് നടത്താൻ കഴിയില്ല. ഇനി ഇതിനോട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമുക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്നിരുന്നാലും ഇവർ നടത്തിയ ഒരു പ്രോഗ്രാമിന്റെ വിശദീകരണം കൂടെ ഇതുപോലെ നടത്താൻ പറ്റില്ലെന്ന് പറയാനാട്ടോ, ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് നിർത്താം. തിരുവനന്തപുരത്ത് കുന്നത്തുകാൽ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ചേട്ടൻ അവറാൻ, ഇവരെല്ലാവരും കൂടി പോയി ഒരു കൺവെൻഷൻ നടത്തി. കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ആ മീറ്റിംഗ് നടത്തിയ ദേവദാസന്റെ കണക്കൂട്ടിൽ തെറ്റി. അദ്ദേഹത്തിന് ഇത്രയ്ക്ക് പൈസ കൊടുക്കാൻ അങ്ങോട്ട് ഒത്തു വന്നില്ല. ആ മനുഷ്യനൊരു ചെറിയ കാർ ഉണ്ടായിരുന്നതിന്റെ പേപ്പർ മേടിച്ചിട്ട്, കൂടാതെ ഒരു വെള്ള പേപ്പറിനകത്ത് ഒരു റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒപ്പിട്ട് മേടിച്ച് ആ കാർ കൊണ്ട് വെല്ലോടത്ത് വിട്ട പൈസ തരുമ്പോൾ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് പോന്ന ഇത്തരം നെറികേടൊന്നും സുവിശേഷ വേലയുടെ പേരും പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ വെല്ലുവിളിച്ചതിന് മറുപടിയാണ് പറയുന്നത്. നിങ്ങൾ കാണിക്കുന്ന തോന്നിയവാസം നടത്താൻ എന്നെ കൊണ്ട് പറ്റില്ല. നമ്മൾ സുവിശേഷ വേല അത് കർത്താവ് നിയോഗിച്ചതാണെന്നുള്ള ബോധ്യത്തിൽ അങ്ങനെ സഞ്ചരിച്ച് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നു. ഇന്നുവരെ സ്വന്തമായിട്ടൊരു കിടക്കാടം പോലും ഇതിൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ടില്ല. നാളെ ഉണ്ടാകുകയാണെങ്കിൽ പോലും അത് ആരുടെയും കയ്യിൽ നിന്ന് പറ്റിച്ചും പിരിച്ചും ഇവരെ പോലെ സുവിശേഷം വിറ്റ് കച്ചവടം ചെയ്ത് തോന്നിയവാസം കാണിച്ച്
പോയിടത്തെല്ലാം ഈ അധാർമികതയും പ്രവർത്തിച്ച് കാണിക്കുന്ന പരിപാടി എന്നെ കൊണ്ട് പറ്റില്ല. കെ എ തോമസേ, താൻ വിളിച്ച വെല്ലുവിളിക്കാണ് ഞാൻ മറുപടി. പിന്നെ ഇന്ന് കെ എ തോമസ് കുറച്ചു മുമ്പ് എൻ്റെ അടുത്ത് വന്ന് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് കോടതി കാണാൻ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതൊക്കെ കൊടുത്തു. IPCയിലെ നെറികെട്ട രാഷ്ട്രീയത്തിനെതിരെ സംസാരിച്ച അത്യാവശ്യം കേസ് സ്വന്തമായി ഉള്ള വളരെ ആസ്തിയുള്ള ആളാണ് ഞാൻ. കേസിൻ്റെ കാര്യത്തിനകത്ത് അതിനകത്തോട്ട് തോമ കൊണ്ടുപോയി 2, 4, 8, 10 നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഗുണ്ടകളും പെൺഗുണ്ടകളും എല്ലാം കൂടെ ചേർന്ന് കേസ് കൊടുത്തായിരുന്നു. എനിക്കൊരു പേടിയില്ല, അത് ഞാൻ നിയമപരമായി നോക്കിക്കോളാം. ഇനി നമുക്ക് ഹലാലിലേക്ക് വരാം. ഹലാൽ എന്ന പദം വേദപുസ്തകത്തിൽ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ഇവര് പല വാക്യങ്ങൾ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം, ഇങ്ങനെ പല വാക്യങ്ങളിനകത്തു നിന്നൊക്കെ ഹലാൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഹലാലിന്റെ പേരിൽ തിരുവനന്തപുരത്ത് നടത്തിയ ഈ പരിപാടി, എസ്പെഷ്യലി അവര് ഒരു അവകാശവാദം അവിടെ സീരിയസ്ലി ഉന്നയിച്ചത് 1000 പേർ നടത്തുന്നു. ഇന്ന് ഒരു സഹോദരൻ എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചപ്പം ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സഹോദരൻ, നിങ്ങൾക്ക് ബൈബിളിൽ, അപ്പൊ വേറെ അതെ ഈ കക്ഷികളുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ വേറെ പോസ്റ്റ് ഇട്ടിരിക്കുന്നു, 40 ലക്ഷം ജനത്തെ മരുഭൂമിയിൽ ആരാധനയ്ക്ക് തടയാതിരുന്നത് ഫറവോനാണെന്നും ഇവരുടെ 1000 പേരെ തടഞ്ഞത് പ്രിൻസ് ആണെന്നും മാറിപ്പോരെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ ഹലാൽ എന്ന് പറയുന്ന പൈശാചികതയ്ക്കെതിരെ എതിർത്തപ്പോൾ നിങ്ങളുടെ ഈ പരിപാടി അടപടലം ചീറ്റിപ്പോകും ഞാൻ അറിഞ്ഞില്ല, ഓർത്തില്ല. ഇത്രയും അങ്ങ് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആകും, നിങ്ങൾക്ക് ഇത്രയും മാത്രം അങ്ങ് മാനസിക നില കൈവിട്ട അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുമെന്നും, എന്നിട്ട് ഈ ഹലാൽ മേള നടത്തിയവനെല്ലാം കൂടെ ഇമാതിരി തെറിയഭിഷേകവും ഗുണ്ടായിസവും കൊട്ടേഷനുമായിട്ട് ഇറങ്ങുമെന്നും നമ്മൾ ഓർത്തില്ല. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതിലുപരി നിങ്ങളെ തന്നെ വെളിപ്പെടുത്തിയതിൽ നന്നായി. ഇനി ബൈബിളിൽ ഹലാലുണ്ടോ? ബൈബിളിൽ ഹീബ്രു ബൈബിളിന്റെ ഒറിജിൻ നന്നായി വായിച്ച് പഠിക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ബൈബിളിൽ ഹലാൽ എന്ന് പറയുന്ന ഉച്ചാരണത്തിൽ ഒരു പദം ഇല്ല. ഇപ്പോഴത്തെ പല പണ്ഡിതന്മാരും ഈ നമ്മുടെ ആപ്പുകളൊക്കെ ഉപയോഗിച്ച് സ്ട്രോങ്സിന്റെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആപ്പുകൾ ഉപയോഗിച്ചും അതിന്റെ ഈ ബൈലിംഗ്വൽ ബൈബിൾസ് ഉപയോഗിച്ചും, പിന്നെ പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് ഇവരുടെ ഗൂഗിൾ സെർച്ച് ചെയ്യുക. ഗൂഗിൾ പണ്ഡിതന്മാരാണ് മൊത്തം. എന്തൊരു ഡീറ്റെയിൽസ് എടുക്കണമെങ്കിൽ നേരെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അതിൽ ChatGPT സെർച്ച് ചെയ്യുക, എന്നിട്ട് അതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു വിശദീകരണവുമായിട്ട് അങ്ങിറങ്ങും. അതിന് ഞാനൊരു മറുപടി പറയാം. നിങ്ങൾ ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്ത് കൊടുത്താൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പൊറോട്ട എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ അതിനകത്ത് പൊറോട്ടയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരത്തുള്ളൂ, ഇഡലിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരില്ല. ഹലാൽ എന്ന പദത്തെക്കുറിച്ച് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സാധനം ഹലാൽ എന്ന് തന്നെയായിരിക്കും. ഹലാൽ എന്ന് പറയുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് കിട്ടുന്നത്. ഇതിനോടുള്ള സമാന പദം എന്ന രീതിയിൽ നിങ്ങൾക്ക് ബൈബിളിലെ വാക്യങ്ങളൊക്കെ എടുത്ത് ഇവർ കാണിക്കും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഹലാൽ എന്ന് പറയുന്ന പദത്തെക്കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഇന്ന് ഗൂഗിളിൽ ലഭിക്കുന്ന വിവരങ്ങളിൽ ഭൂരിഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു 90%-ലധികവും പെന്തക്കോസ്റ്റുകാരോ അല്ലെങ്കിൽ ആ നിലകളിൽ ഉപദേശം വിശ്വസിക്കുന്നവരോ ഗൂഗിളിൽ നൽകിയിരിക്കുന്ന അപ്ഡേറ്റ്സ് അല്ല. ഹലാൽ വലിയ കാര്യമായി തലയിൽ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറെ ആ തരത്തിലുള്ള ഒരു സമൂഹമുണ്ട്. അവരാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അവർ നൽകിയിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ്. അവരതിന് അവരുടെ ഗ്രന്ഥങ്ങൾ എടുക്കും, അവരുടെ വിശ്വാസങ്ങൾ എടുക്കും, അതുപോലെ തന്നെ അവർക്കെതിരെ നിൽക്കുന്നവരുടെ പുസ്തകത്തിനകത്ത് ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ ഈ ഹലാൽ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നത് മറ്റുള്ളവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് കൂടുതലും കിട്ടുന്നത്. ഹലാൽ എന്ന പദത്തിന് അങ്ങനെ ഒരു ഉച്ചാരണം ലഭിക്കുന്നില്ലെന്ന് പറയാൻ കാരണം കൃത്യമായിട്ട് അത് വായിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ അതിന്റെ ഹീബ്രു ലാംഗ്വേജിൽ നിന്നുകൊണ്ട് പഠിച്ചാൽ, എസ്പെഷ്യലി അതിന്റെ ഒരു ഏൻഷ്യൻ ലാംഗ്വേജിൽ നിന്ന് പഠിച്ചാൽ ഹലാൽ എന്ന് പറയുന്ന പദം ഹലാൽ എന്ന ഉച്ചാരണത്തിലല്ല വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പദം പുതിയ നിയമത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. പഴയ നിയമത്തിൽ ഇത് കൊടുത്തിരിക്കുന്നത് ഖൽ ഏൽ എന്ന അർത്ഥത്തിലാണ്, എന്ന ഉച്ചാരണത്തിലാണ്. അത് വായിക്കേണ്ടത് നമ്മൾ മാന്യതയോടെ വായിക്കുകയാണെങ്കിൽ
അതിനോട് നീതി പുലർത്തി വായിക്കുകയാണെങ്കിൽ ഹല്ലേൽ എന്ന് വേണം വായിക്കാൻ, അല്ലാതെ ഹലാൽ എന്നല്ല വായിക്കേണ്ടത്. നന്നായി ഹീബ്രു അറിയാവുന്ന പല സ്നേഹിതന്മാരും എനിക്കുണ്ട്. എനിക്ക് ഹീബ്രു അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് ഹീബ്രു അറിയാവുന്ന പല സ്നേഹിതന്മാരുമാണ്. അത് ഇംഗ്ലീഷിലുള്ളവരും മലയാളത്തിൽ തന്നെ മലയാളികളായിട്ടുള്ള നല്ല ഹീബ്രു പാണ്ഡിത്യമുള്ള ആളുകളുണ്ട്. അവരുമായി നന്നായി ഈ വിഷയത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും അതിന്റെ സോഴ്സുകൾ പരിശോധിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി അതല്ലാത്തവർക്ക് തന്നെ BDB പോലെയുള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കാതലായ നിലകളിൽ ആൻഷ്യൻ ഹീബ്രു ലാംഗ്വേജിനെ കുറിച്ച് ഡീറ്റെയിൽസ് ലഭിക്കുന്ന ഡിക്ഷണറികൾ പരിശോധിച്ചാൽ അവിടെ ഹീബ്രു ടേം ആയിട്ട് ഹലാലിനെ കൊടുത്തിട്ടില്ല, ഹീബ്രു ടെർമിനോളജി ആയിട്ട് ഹലാലിനെ കൊടുത്തിട്ടില്ല. അവിടെ കൊടുത്തിട്ടുള്ളത് ഹല്ലേൽ എന്നത് മാത്രമാണ്. ഈ ഹല്ലേൽ എന്നുള്ള പദത്തിന്റെ ഉച്ചാരണം പോലും നമ്മൾ ഉപയോഗിക്കുന്ന അതുപോലെ അല്ല. കാരണം അതിനകത്ത് ഈ ഹൽ എന്ന് ഉപയോഗിക്കുന്നിടത്ത് തന്നെ KH അല്ലെങ്കിൽ CH എന്നുള്ള ആ ഖ് എന്ന് പറയുന്ന പദം വരുന്ന രീതിയിൽ വേണം ഹീബ്രുവിൽ അത് ഉച്ചരിക്കാൻ. മലയാളത്തിൽ ഹല്ലേലൂയ എന്ന് പറയുന്നത് ആ പദത്തോട് നീതി പുലർത്തി നമുക്ക് കിട്ടാവുന്നതിന്റെ മാക്സിമം ഒരു നല്ല ടേമാണ് മലയാളത്തിൽ തർജ്ജമയായി നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് പല ഭാഷകളിലും ആ പ്രൊനൗൺസിയേഷൻ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. സ്തോത്രം പോലെയോ സ്തുതി പോലെയോ ദൈവം, കർത്താവ് എന്നിങ്ങനെ പറയുന്ന പദങ്ങൾ പോലെയോ അല്ല. ഹല്ലേലൂയ എന്ന് പറയുന്ന ആ പദം ആ നീതി പുലർത്തി തന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും തമിഴിലും മറ്റനേകം ലാംഗ്വേജുകളിലും അങ്ങനെ തന്നെയാണ് ആ പദം ഉച്ചരിച്ച് ലഭിക്കുന്നത്. അത് മാറ്റിക്കളഞ്ഞിട്ട് അവിടെ ഹലാൽ എന്ന് പറയുന്ന ലോകത്തെ തന്നെ വഴി തെറ്റിക്കുന്ന ഒരു പദം അവിടെ കൊണ്ടിരുന്നുണ്ടെങ്കിൽ അതൊരു സാത്താന്യമായ ഇടപെടലാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഇത് സാത്താന്യമായ ഇടപെടലാണ് എന്ന് മനസ്സിലാക്കേണ്ടതിന് ഇവിടെ ചാച്ചൻസ് ഗേൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് ഒരാള് അവരുടെ അഡ്രസ് എഴുതിയിട്ടിട്ടുണ്ട്. ചാച്ചൻസ് ഗേൾ പുള്ളിക്കാരി എഴുതിയിട്ടിരിക്കുന്നത് അവരുടെ വീട്ടിൽ എപ്പോഴും ഭക്ഷിക്കുന്ന ഒരു സാധനം ചാച്ചൻസ് ഗേൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന് കുറച്ച് മുൻപ് വേറൊരു സഹോദരൻ വന്ന് ഇതുപോലെ തന്നെ വേറൊരു വൃത്തികേട് എഴുതിയിട്ടു. ഇത്തരം വൃത്തികേടുകളാണ് ഇവരെ ഹലാലിൽ കൊണ്ടെത്തിച്ചത്. അവർക്കും ഇപ്പൊ അവരുടെ ഹലാലായ സാധനമാണ്, അതായത് ഈ ചാച്ചൻസ് ഗേളിന്റെ ഹലാലായ സാധനമാണ് പുള്ളിക്കാരി ഇവിടെ കമന്റിൽ ഇട്ടത്. അപ്പൊ ഇമാതിരി വൃത്തികേടുകൾ എഴുതി അത് തിന്നും കുടിച്ചും രസിച്ചും തുള്ളിയും പാടിയും അതിനകത്ത് അരമാദിച്ചും അതിനകത്ത് അവർ ലഹരി കണ്ടെത്തിയും ഇങ്ങനെയുള്ള കുറച്ചു പേർക്ക് വൾഗറായ ഒരു ആക്ടിവിറ്റി പോറ്റി പുലർത്തുന്നതിന് കഴിയാവുന്നത്രയും പ്രാകൃത സ്വഭാവങ്ങളെ തിക്കി നിറച്ചൊരു പരിപാടിയായിരുന്നു തിരുവനന്തപുരത്ത് അരങ്ങേറിയ ഹലാൽ എന്ന പൈശാചിക മേള. ഇനി ഈ ഹലാൽ എന്ന് പറയുന്ന പൈശാചിക മേള, അതിനകത്തെ ഒരു ആക്ടിവിറ്റി ചെണ്ടമേളം ഞാൻ എടുത്തിട്ടു. ആ ചെണ്ടമേളത്തിന്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ എന്തോരും ഭീഷണികളാണ് വന്നിരുന്നത്. കൊട്ടേഷൻ ഇപ്പൊ വീട്ടിലോട്ട് വരുന്നു, ലൊക്കേഷൻ അയച്ചുക എന്നൊക്കെ പറഞ്ഞ പുള്ളികളൊക്കെയാണ്. ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ തന്നെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. വാട്സപ്പിലല്ല, ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലൊക്കേഷൻ നമുക്ക് പിന്നെ അഡ്രസ്സ് വേണ്ടവർക്ക് ഞാനിപ്പോ ഇതിനകത്ത് അഡ്രസ്സ് പറയുകയാണ്. നേരെ ചെങ്ങന്നൂർ വരിക, കൊഴുവല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നാൽ ഈ കൊഴുവല്ലൂർ ജംഗ്ഷനിൽ വന്നിട്ട് ആരോടെങ്കിലും പാസ്റ്റർ പ്രിൻസൻ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഒരു വീട്ടിൽ കൊണ്ടുവിടും. നമ്മൾ ഇവിടെ പരസ്യമൊക്കെ നടക്കുന്നുണ്ടേ ആളുകൾക്കറിയാം. അപ്പം കൊട്ടേഷനോ ഗുണ്ടായിസമോ അല്ലെങ്കിൽ അടി പിടി വെട്ട് ഈ വക പരിപാടി കൊണ്ടൊക്കെ നടക്കുന്ന ഹലാലുകാരുണ്ടെങ്കിൽ ഇങ്ങ് പോരെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ ഒരു വോയിസിനകത്ത് എന്നെ ഭീഷണിപ്പെടുത്താൻ വിളിച്ചവരോട് പറഞ്ഞ പോലെ ഇപ്പോഴേ പറയുക, നിങ്ങൾ നേരത്തെ വിളിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ വെട്ടും കുത്തുമൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് പോകണമെങ്കിൽ അതിനുള്ള ചായയോ എന്തെങ്കിലും സ്നാക്കോ ഒക്കെ മേടിച്ച് വെക്കാം. നിങ്ങൾ ഈ വെട്ടമൊക്കെ കഴിയുമ്പോഴത്തേക്കും ക്ഷീണിച്ച് കഴിഞ്ഞാൽ നാരങ്ങ വെള്ളം എന്താണെന്ന് വെച്ചാൽ അത് മേടിച്ച് വെക്കാം. അതുകൊണ്ട് കൊട്ടേഷൻ ഗുണ്ടകൾ ആരെങ്കിലും KA തോമസിന്റെയോ അല്ലെങ്കിൽ ഈ ഹലാൽ നാടകത്തിന്റെയോ പിന്നിൽ നടക്കുന്ന ഏതെങ്കിലും അവന്മാർക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോരെ, ഒരു മടിയില്ല, പേടിയില്ല. ഇനി ഹലാലിന്റെ ബാക്കി കഥ പറയാം. എന്താണ് ഹലാൽ? വിശുദ്ധ വേദപുസ്തകവുമായി ഒരു ബന്ധവുമില്ലാത്ത ഈ ഹലാൽ എന്ന് പറയുന്ന പദത്തെ ബൈബിളിൽ ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്
ഹലാലിന്റെ പേരും വെച്ചുകൊണ്ട് ഈ നാടകം നടത്തണമെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ പിന്നിൽ കാര്യം? ഞാനതിനകത്ത് എനിക്ക് ശരിയെന്ന് തോന്നുന്നു, എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഹലാല് പ്രൊമോട്ട് ചെയ്യുന്നതിന് ഒരു ബോർഡ് വെക്കുന്നതിന് വേണ്ടുന്ന പണം, ഹലാൽ ഫുഡാണെന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം വിൽക്കുന്നതിന് വേണ്ടി ഇതിന്റെ പിന്നിൽ ഒരു വലിയ ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇത്തരത്തിൽ ഹലാൽ എന്ന് പറയുന്ന രീതിയിൽ ഒരു മേള ഇവർ സംഘടിപ്പിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യം. അതിന്റെ കാരണം എന്താന്ന് പറയാം. ഇവർ ഈ ഹലാലിനെ ഞാൻ എതിർത്ത സമയത്തല്ല, ഇതിന്റെ ആദ്യത്തെ പോസ്റ്റ് ഇട്ടപ്പോൾ മുതൽ ഇവരുടെ എല്ലാ ഭാഷയും, എല്ലാ രീതിയും, എല്ലാ മറുപടികളും, എല്ലാ വ്യാഖ്യാനവും ആ വക ഗുണ്ടായിസമായിരുന്നു. അല്ലെ പിന്നെ വീട്ടിൽ വന്ന് വെട്ടാനും കുത്താനും നിൽക്കുവോമാര്. അതിന് ആ രീതിയിൽ വെല്ലുവിളി കൊണ്ട് നടക്കും. പലതരത്തിലുള്ള പരിപാടികൾ, ഇടയ സംഗമം, സാധ്യത മിനിസ്ട്രി, അങ്ങനെ പല പരിപാടി നടത്തി പൊളിഞ്ഞ് കുത്തുവാള എടുത്ത ഇവർ ഈ അടുത്ത കാലത്ത് ഇതിനകത്ത് പങ്കെടുത്ത പല ദുരുപദേശകന്മാരും കൂടെ ചേർന്ന്, മറ്റു ചിലരും കൂടെ ചേർന്ന് ബാംഗ്ലൂരിൽ ഒരു തട്ടിപ്പ് നടത്തി. ഫയർമേളയുടെ ലക്ഷ്യം അത് വെച്ച് കുറച്ച് കുഞ്ഞുങ്ങളെയും പിന്നെ സമീപത്തുള്ള ആളുകളെല്ലാം കൂടെ പിടിച്ച് ഒരു പിരിവിനുള്ള സാധ്യത ഉണ്ടാക്കിയെടുത്ത് അത് വെച്ച് കുറച്ച് പൈസ ഉണ്ടാക്കുക, അത് വെച്ച് കുറച്ച് ബിൽഡിങ്ങിന്റെ പേരിലൊക്കെ പൈസ ഉണ്ടാക്കുക, ഇതായിരുന്നു. പക്ഷെ ബാംഗ്ലൂരിലെ ലിക്വിഡ് ഫയറും എല്ലാം കൂടെ മൊത്തത്തിൽ ചീറ്റിപ്പോയ കാര്യം എല്ലാവർക്കും അറിയില്ല. ഫയർ വേണ്ട വിധം ഏറ്റില്ല. അതിനുശേഷം ഈ പരിപാടി ഇവര് പലതരത്തിൽ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നടത്തിക്കൊണ്ടിരുന്നു. അതിന്റെ ഒടുക്കമാണ് 10 രൂപ ഉണ്ടാക്കാൻ, പിരിക്കാൻ ഇവരെ ഒടുക്കം ചെന്ന് കണ്ടെത്തിയ പരിപാടിയാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരം നടന്നത്. അപ്പൊ ഹലാലിന്റെ പിന്നിൽ ഇവർക്ക് സാമ്പത്തികം അടിച്ചു മാറ്റുക എന്നുള്ള, അല്ലെങ്കിൽ പണം ഉണ്ടാക്കുക എന്നുള്ള, ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്ന ഈ കൊടിയ പാപമല്ലാതെ ഇതിന്റെ പിന്നിൽ മറ്റൊന്നുമില്ല. പക്ഷെ ഇവർ ഈ ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി കളിക്കുമ്പോൾ ഒന്നോർക്കണം, ഈ ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി ഇവർ ഈ തലമുറയുള്ള അനേകം കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുകയും അനേകം കുടുംബങ്ങളെ വിശ്വാസത്തിൽ തകർത്ത് കളയുകയും അനേകം ആളുകളെ പഥ്യ വചനത്തിൽ നിന്ന് വഴിതെറ്റിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ ചില കാര്യങ്ങളൊക്കെ എഴുതിയിടുന്നുണ്ട്, ആളുകൾ വായിച്ച് മനസ്സിലാക്കുക. ഞാൻ വ്യക്തിപരമായി കൂടുതൽ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഹലാൽ എന്ന് പറയുന്നത് ഈ കാലഘട്ടം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ അപകടകരമായ ഒരു പൈശാചിക പരിപാടിയാണ്. എന്റെ വിശ്വാസത്തിലുള്ള കാര്യം ഞാൻ പറയുന്നത്. അത് മറ്റാർക്കെങ്കിലും വിശുദ്ധമോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ ആരാധനയോ സ്തുതിയോ വരുമാന മാർഗമോ ഇതുപോലത്തെ ഉടായ്പ പരിപാടികളോ ഒക്കെ ആണെങ്കിൽ കൊണ്ടു നടന്നോളൂ. പക്ഷെ വിശുദ്ധ ബൈബിൾ ചൊവ്വേ നേരെ വായിക്കുന്ന ഒരു വ്യക്തിക്ക് കോശറായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഖുദേശിതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് രണ്ടുമല്ലാതെ അതിന്റെ അർത്ഥത്തെ തെറ്റിദ്ധരിപ്പിച്ച് അതിന് വിരുദ്ധമായി നിൽക്കുന്ന ഹലാൽ എന്ന പദമെടുത്ത് അത് ആരാധനയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച്, സ്തുതിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച്, അത് നടത്താൻ ചെണ്ടമേളവും സകലവിധ പ്രാകൃത സ്വഭാവങ്ങളും ഒരു സ്റ്റേജിൽ കാണിച്ചു കൂട്ടി. ഇപ്പൊ ചെണ്ടമേളത്തിന്റെ കാര്യമേ ഇട്ടുള്ളൂ. ആ ചെണ്ടമേളത്തോടൊപ്പം നിങ്ങൾ കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിന്റെ പിന്നിൽ എന്തിനാ ഇത്രയും പുകച്ചു വാരി കൂട്ടുന്നത്, എന്തിനാ ഇത്രയും സ്മോക്ക് അടിച്ചു കയറ്റുന്നത്, എന്തിനാ ഇത്രയും ലൈറ്റ്, ഈ കണ്ട അരണ്ട വെളിച്ചത്തിനകത്തൂടെ ചുവപ്പും മഞ്ഞയും നീലയും പച്ചയുമായിട്ടുള്ള ഒരുമാതിരി ഇല്ലുമിനാറ്റി ലെവലിലുള്ള ഇവരുടെ സാത്താൻ സഭകളെ ചിത്രീകരിക്കുന്ന രീതിയിലുള്ള, കാരണം നമ്മൾ ഈ വീഡിയോ ക്ലിപ്പുകളൊക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഇവരുടെ അത്തരത്തിലുള്ള DJ പാർട്ടിയാണോ അതുമല്ല, ലോകമാണോ അതുമല്ല, ഒരുമാതിരി മോശെ പർവ്വതത്തിൽ നിറങ്ങി വരുമ്പോൾ താഴെ മോശയും യോശുവയും കൂടെ കേട്ടതുപോലെയുള്ള ശബ്ദം. ഇത് ജയിച്ചവരുടെ ആർപ്പുമല്ല, തോറ്റവരുടെ നിലവിളിയുമല്ലാത്ത രണ്ടും കെട്ട ഈ ഹലാൽ നാടകം എന്തിനു വേണ്ടിയാണ്? ആരെ ഇതുകൊണ്ട് എത്ര ഉണ്ടാക്കും? എന്നിട്ട് പറയാ ഇതുപോലൊന്ന് നടത്തി കാണിക്കാവുന്നു. പറ്റത്തില്ല. സുബോധമുള്ള ദൈവവചനം പഠിച്ച
പരിശുദ്ധാത്മാവുള്ള ഒരു ആൾക്കും ഇവർ കാണിക്കുന്ന ഈ തോന്നിവാസം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല, നമുക്ക് പറ്റുന്ന ചെറിയ പരസ്യമൊക്കെ നടത്താം, പിന്നെ ചെറിയ ചെറിയ കൺവെൻഷനുകളൊക്കെ വല്ലപ്പോഴുമൊക്കെ പറ്റിയാൽ, അത് ആ ദേശത്ത് സുവിശേഷം അറിയിക്കണം എന്നുള്ള ഒരു ആത്മീയ ഗൈഡൻസ് ഉണ്ടായാൽ മാത്രം. ഇല്ലേ നമുക്ക് ചെറിയ പരസ്യങ്ങൾ തന്നെ, അതിന് ചെറിയ ബോക്സ് ഒക്കെ മതി, അതൊക്കെ നമ്മുടെ അടുത്തുണ്ട്, അതൊക്കെ വെച്ച് പറ്റുമെന്ന് ഞങ്ങളെ കണ്ട് അതൊക്കെ മതി. അല്ലാതെ നിങ്ങളെപ്പോലെ 1000 മഹത്തുക്കളെ വിളിച്ച് അതിനകത്ത് ദേവാലയത്തിലെ പാത്രങ്ങളെ വലിച്ചഴച്ചുകൊണ്ട് പോയി അതിനകത്ത് വീഞ്ഞു നുരഞ്ഞു കുടിക്കാൻ ഞങ്ങൾ ബെൽഷസറിന്റെ ആത്മാവുള്ളവരല്ല. അതുകൊണ്ട് 1000 പേര് നിരന്നു നിന്ന് പാടിയാൽ ഏതാണ്ട് ഉൽക്ക താഴോട്ട് വീഴും എന്ന ചിന്താഗതി ഹലാൽ നാടക കമ്മിറ്റിക്കുണ്ടെങ്കിൽ, ഹലാൽ വ്യാജന്മാർക്കുണ്ടെങ്കിൽ ചുമ്മാതാ, ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കുള്ള ന്യായവിധി നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇനിയും ഇവർ പറഞ്ഞിരിക്കുന്നത് തിരിച്ചു പ്രതികരിക്കും, തിരിച്ച് ഇവരെ ഭയങ്കര പ്രതികരണക്കാരാണോ, അവരെ കൊണ്ട് വലിയ ഏതാണ്ടൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. അത് ഈ PCI എന്ന് പറയുന്ന സംഘടനയുടെ പേരിലുള്ള, അതിനകത്ത് ഞാൻ സ്നേഹിക്കുന്ന പല ദൈവദാസന്മാരും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഇതിനകത്ത് പല കാര്യങ്ങളും വലിച്ചിഴക്കരുന്ന, PCIക്ക് ബോധം വരാൻ വേണ്ടി ചില കാര്യങ്ങൾ ഒന്ന് ഇതിനകത്ത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ PCI ഇങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോൾ പെന്തക്കോസ്തിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ വരുമ്പോൾ ഇവർ പെന്തക്കോസ്തിനകത്ത് കണ്ണടച്ച് കളഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് പറ്റിയ ഒരു ദോഷത്തിലൊന്നാണ് ഇപ്പോൾ ഈ ഹലാൽ മേളയിൽ PCIയുടെ വക്താവ് ചെന്ന് അതിന്റെ വേദിയിൽ PCIയുടെ വക്താവ് എന്ന നിലയിൽ നിന്ന് അവിടെ പ്രസംഗിച്ചത്. ഇത് വളരെ വലിയൊരു വ്യാജമായിരുന്നു. അതിന്റെ കാരണം ഇത് തോമസ് വടക്കേക്കുറ്റി സാറൊക്കെ ആരംഭിക്കുന്ന കാലത്ത് ഉപദേശങ്ങൾക്ക്, പെന്തക്കോസ്തിന്റെ ഉപദേശങ്ങൾ കൂടി വില കൊടുത്തുകൊണ്ടായിരുന്നു ഈ PCIയുടെ യോഗങ്ങൾ അല്ലെങ്കിൽ PCIയുടെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിച്ച് തുടങ്ങി വെച്ചത്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വന്ന കാലഘട്ടങ്ങളിൽ ഇതിന്റെ നേതൃത്വം പലവരും മാറുകയും പ്രാരംഭകാലത്തുണ്ടായിരുന്ന പലരും മൺമറയൊക്കെ ചെയ്തപ്പോൾ അതിനകത്ത് ഇത്തരത്തിലുള്ള വ്യാജന്മാർ ഇടിച്ചു കയറി, അങ്ങും ഇങ്ങും ഓരോന്നൊക്കെ. അതിനകത്ത് ഒരുത്തൻ ഇപ്പൊ തിരുവനന്തപുരത്തു നിന്നും നുഴഞ്ഞു കയറിയ സഹോദരനെ ദീർഘപക്ഷമാണ് കോട്ടയത്തുനിന്ന് ഇതിനകത്ത് കയറാൻ നോക്കിയിട്ട്, പനച്ചിമൂട് നിൽക്കുന്ന സമയത്ത് കയറാൻ നോക്കിയിട്ട് ആകുന്ന പണി 58 പയറ്റിയിട്ട് അവർ സമ്മതിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ അവിടുന്ന് കുറ്റിയും പറിച്ച് തിരുവനന്തപുരത്ത് പോയിട്ടാണ് ഇപ്പോൾ അവിടുന്ന് നുഴഞ്ഞു കയറിയിരിക്കുന്നത്. എന്നിട്ടാണ് മുദ്രാവാക്യവും പിന്നെ ഈ വെല്ലുവിളിയും ഒക്കെ ആയിട്ട് ഇറങ്ങി. മുദ്രാവാക്യമൊക്കെ വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സമരം നടത്തണേ സമരം നടത്തും. പക്ഷെ ഞാൻ 1-2 കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഇവർ ഈ വലിയ സമരങ്ങളും ബഹളങ്ങളും ഒക്കെ നടത്തിയപ്പോൾ ഇവരെ ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവർക്കെതിരെ ഇത്രയും വലിയ സമരമൊക്കെ നടത്തിയ സ്ഥിതിക്ക് PYPയുടെ ഒരു സഹോദരൻ, അവിടുത്തെ തിരുവല്ല ഡിസ്ട്രിക്റ്റിന്റെ സഹോദരൻ ബ്രദർ ബിബിൻ ഫിലിപ്പിനെ കുറച്ച് തെരുവ് ഗുണ്ടകൾ ചേർന്ന്, തിരുവല്ലയിലെ ക്രിമിനൽ ഗുണ്ട അവിടുത്തെ ഒരു ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പം ആ ഗ്രൗണ്ടിന് പുറത്തോട്ട് വരുമ്പം കയ്യിൽ ഒരു ചങ്ങല പോലത്തെ ചെയിൻ ചുറ്റി ചാവിക്കൂട്ട് ചേർത്ത് ഇടിച്ച് ആ സഹോദരന്റെ കഴുത്തിന്റെ L1, L2, L3 എല്ലുകൾക്ക് പൊട്ടൽ സംഭവിച്ച് 3.5 മാസത്തോളം അദ്ദേഹം ഹോസ്പിറ്റലും വീട്ടിലുമായി കിടപ്പിലായിരുന്നു. ഇവരാരും പ്രതികരിച്ച് കണ്ടില്ലല്ലോ. മല്ലപ്പള്ളിയിൽ ഒരു ദൈവദാസന്റെ കുടുംബത്തിൽ കയറി ഒരു അപ്പോളജറ്റിക്സ് വീരൻ, കൊടികെട്ടിയ വീരൻ, മഹാവൃത്തികേട് കാണിച്ചിട്ട് അദ്ദേഹം ഇപ്പോഴും പിന്നെ ഇതിന്റെ അവിടെ ഉപദ്രവിക്കപ്പെട്ട ആൾ ഒരു ഫ്രസ്ട്രേഷൻ മോഡിലേക്ക് പോയി. ലാസ്റ്റ് പെരുമ്പാവൂരിൽ ഒരിടത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. കൗൺസിലിംഗ് സ്ഥലത്ത് വെച്ച് തനിക്ക് സംഭവിച്ചത് എന്താന്ന് കേട്ടപ്പം കൗൺസിലിംഗ് ചെയ്യാൻ വിളിച്ചവൻ വരെ ഞെട്ടിപ്പോയി. കാരണം അത്ര വലിയ ഭക്തനും അപ്പോളജറ്റുമാണ് ഈ തോന്നിവാസം കാണിച്ചത്. ഇവരൊക്കെ ഇപ്പം ഈ ആട്ടിൻതോൽ അണിഞ്ഞ ആളുകളായിട്ട് ഇപ്പം ഇതിനു വേണ്ടി പ്രസംഗിച്ച് വീരന്മാരെ പോലെ നടക്കുക. അനേക ദൈവദാസന്മാരുടെ വീടുകളിൽ കയറി. ഇനി ഒന്നുകൂടെ പറയാം, കുളത്തൂപ്പുഴയിൽ ഒരു സഹോദരിയെ ഈ പറയുന്ന നേതൃത്വത്തിലെ ഒരു പ്രധാനി
പീഡിപ്പിച്ച് അവസാനം അവരതിനകത്ത് ഗർഭവതിയായി ഒടുക്കം കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയും മറ്റും ചെയ്ത് അവരുടെ ഗർഭം അലസിപ്പിച്ച് അവരുടെ കുടുംബജീവിതം തകർത്തപ്പോൾ, ഞാൻ പേര് പറയുന്നില്ല, ഈ ജെറ്റുകളെയും ഈ പറയുന്ന ഈ പ്രതികരണ വീരന്മാരെ ഒന്നും പെന്തക്കോസിനകത്ത് കണ്ടിട്ടില്ല. എവിടോ അവസരം കിട്ടിയപ്പോൾ ഗ്യാപ്പിൽ കയറി നിന്നുകൊണ്ട് ഞങ്ങളെന്തോ പ്രതികരണക്കാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, എന്നിട്ട് അതിന്റെ പേരും പറഞ്ഞ് വല്ലവനെയും തെറിയും വിളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോഴും ഇതിനകത്ത് ഏതോ ഒരു വ്യാജ അക്കൗണ്ടിൽ നിന്ന്, ഞാൻ പറഞ്ഞില്ലേ പെൺഗുണ്ട എന്ന് നേരത്തെ പറഞ്ഞില്ലേ, കണ്ടില്ലേ, പച്ച തെറിയും തോന്നിവാസം എഴുതിക്കൊണ്ടിരിക്കുക. അത് ഡിലീറ്റ് ചെയ്തു പോകുന്നതുകൊണ്ടാണ്. കാരണം ഇമാതിരി അവരുടെ ഹലാല് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് വെളിപ്പെടുത്താനുള്ള ഹലാല് അങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം ഈ തോന്നിവാസങ്ങൾ തന്നെ നിരന്തരം നിത്യതൊഴിലാക്കി ഗുണ്ടായുസവും അപ്പോൾ തന്നെ പെന്തക്കോസിനകത്ത് യഥാർത്ഥമായി പീഡിപ്പിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന പല ആളുകൾക്കും നേരെ കണ്ണടച്ചേച്ച് ഇവര് സുവിശേഷത്തിന് വേണ്ടി എന്തോ ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യവും വിളിച്ചുകൊണ്ടിറങ്ങിയേക്കുക. തൻ്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങൾ നേതാക്കന്മാർക്കെതിരെ പോയി, നേതാക്കന്മാർ കാണിക്കുന്ന ഇതിനകത്തെ രാഷ്ട്രീയ നപുംസകങ്ങൾ കാണിക്കുന്ന തോന്നിയവാസങ്ങൾക്കെതിരെ ഒരു ലെറ്ററെങ്കിലും ഒന്ന് എഴുതി കൊടുക്കുക. അപ്പൊ നമുക്കറിയാമല്ലോ നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളത്. ഈ പറയുന്ന ഹലാൽ മേളക്കാരോ, ഈ പറയുന്ന പ്രതികരണ വീരന്മാരോ, ഈ പറയുന്ന വലിയ തൻ്റെ ഇടം കാണിച്ചുകൊണ്ട് ഇപ്പൊ ഈ കമന്റ് ബോക്സിലും പോസ്റ്റിലും ഒക്കെ കടന്നുകൊണ്ട് തെറിയും വിളിച്ച് തോന്നിവാസം വിളിച്ച് നടക്കുന്ന ഇവരോ, ഇന്ന് വരെ ദുരുപദേശങ്ങൾക്കെതിരെയോ, പെന്തക്കോസിനകത്ത് യഥാർത്ഥമായി ഉപദ്രവിക്കപ്പെടുന്നവർക്കെതിരെയോ, പീഡിപ്പിക്കപ്പെടുന്നവർക്കെതിരെയോ, അത് മാനഹാനി സംഭവിക്കുന്നവർക്കെതിരെ, അവർക്ക് വേണ്ടിയോ എന്ന് പറഞ്ഞാൽ, എതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടി ഒരു ഇല എടുത്ത് വെച്ചിട്ടില്ലാത്തവരാ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തിട്ടില്ലാത്തവരാ ഇവരാണ് ഈ കിടന്ന് ഹലാല് കളിച്ച്. ഇപ്പൊ ഇതേണ്ട എല്ലാം കൂടെ കുറെ, ഇപ്പൊ ഇതേണ്ട ജസ്റ്റിൻ ബ്രദർ ഇവിടെ എഴുതിയിട്ടതുപോലെ ചെണ്ടമേളക്കാരെല്ലാം കൂടെ ഇവിടെ വന്ന് അവരുടെ ആ ഹലാൽ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ ചെണ്ടമേളക്കാര് അവിടെ നടത്തിയ മേളം പൈശാചികമായിരുന്നു എന്നത് തെളിയാൻ കൂടുതലൊന്നും വേണ്ട. ഇപ്പോൾ ഇവിടെ ഈ ഗുണ്ടകളും അവരുടെ മഹതികളും കാണിച്ചുകൊണ്ടിരിക്കുന്ന കമന്റ് ബോക്സിലെ വേലത്തരം മാത്രം കണ്ടാൽ മതി, മനസ്സിലാക്കാൻ പറ്റും. അപ്പം കൊള്ളരുതായ്മ കാണിക്കുക, കൂടെയുള്ള ദൈവദാസന്മാരുടെ കുടുംബങ്ങളിൽ തന്നെ കയറി വൃത്തികേട് കാണിക്കുക, കൺവെൻഷന് വിളിച്ചവിടത്ത് പോയി സകലവിധ തോന്നിയാസവും കാണിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തേച്ച് ഇവര് ഹലാൽ മേളത്തിലൂടെ, പിന്നെ അതിന്റെ അടുത്ത ഘട്ടങ്ങളിലെ പ്രതികരണങ്ങളിലൂടെ, പിന്നെ ഗുണ്ടായുസത്തിലൂടെ, ഭീഷണികളിലൂടെ ഇവരെന്തോ വലിയ കാര്യം സാധിക്കാൻ പോവുക. ഇനി ഹലാല് പൈശാചികമായിരുന്നു എന്നുള്ളതിന് ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞേച്ച് നിർത്താം. അവിടെ ചിലരെ ആദരിക്കുന്ന കണ്ടു, വലിയ തോർത്തും നേരിയതും ബെഡ്ഷീറ്റും പിന്നെ അവരുടെ കർട്ടനും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവര് തോളത്തൂടെ അവരുടെ പുറത്തൂടെ തുണിയിട്ട് ആദരിക്കുന്ന കണ്ടു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞങ്ങൾക്ക് വേണ്ടി വന്ന ദൈവമൊക്കെ പറയുന്ന അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ കയ്യിൽ നിന്ന് ഗുമ്മിനിട്ട് പ്രവചിക്കും എന്ന് പറഞ്ഞ പുള്ളികളൊക്കെയാണ് അവിടുത്തെ ആദരം ഏറ്റുവാങ്ങിയ മഹാന്മാർ. ദൈവം പറയുന്നത് അവിടെ നിൽക്കട്ടെ, കർത്താവ് പറയുന്നതൊക്കെ ചില 5% പോലും കാണുകയല്ല. ബാക്കി മുഴുവൻ ഞങ്ങൾ കയ്യിൽ നിന്നിട്ട് പ്രവചിക്കും എന്ന് പറഞ്ഞ ഉലക തരികിടയ്ക്കൊക്കെ ആദരം കൊടുക്കണമെങ്കിൽ അത് അവരുടെ ആ ഹലാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു തെളിവാണ്. അത് തിരിച്ചറിഞ്ഞാൽ മതി. കള്ളപ്രവാചകന്മാർ, ഫയർ വ്യാജന്മാർ, ദുരുപദേശകർ, ഇനിയെല്ലാം പോട്ടെ, ഇവരെ ഈ പ്രോഗ്രാം നടത്തി വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി ഇതെല്ലാം കഴിഞ്ഞ് ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്താ? ഈ ബഹളമെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്താ? അവരുടെ ആറ്റിറ്റ്യൂഡ് തെളിയിക്കുന്ന കാര്യങ്ങളാണ് അവർ പിന്നീട് ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ചും പേഴ്സണൽ മെസ്സേജ് അയച്ചും തെറി വിളിച്ചും. ഈ പറയുന്ന കെ എ തോമസ് എൻ്റെ അപ്പന് വരെ വിളിച്ചിട്ടുണ്ട്.
ഞാനിങ്ങനെ ലൈവിൽ വന്ന് പറയണമെങ്കിൽ ഒരു തെളിവില്ല പറയൂ. എൻ്റെ അപ്പനെ വിളിച്ച് അവൻ കമന്റ് എഴുതി ഇട്ടേച്ചാണ് മാന്യനായിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കൊള്ളരുതായ്മയ്ക്കെതിരെ, എസ്പെഷ്യലി വചനവിരുദ്ധമായ കാര്യങ്ങൾക്കെതിരെ, ഹലാൽ പോലെയുള്ള നിങ്ങളുടെ സാത്താന്യതകൾക്കെതിരെ പ്രതികരിക്കുന്നവരെ നിങ്ങൾ ഇപ്പോൾ ചെയ്തു വരുന്നത് പോലെ ഭീഷണിപ്പെടുത്തിയും ഗുണ്ടായിസം കാണിച്ചും അപ്പനെ വിളിച്ചും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കൂടുതൽ തെളിയിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ തെളിയിക്കണം. അപ്പോഴേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ഇന്ന് എന്നെ ഫോൺ വിളിച്ചവരിൽ ഈ ചെണ്ടമേളം കൊട്ടാൻ പോയവരുടെ കൂട്ടത്തിനകത്ത് ഒരു സഹോദരൻ അതിനകത്ത് എഴുതിയിട്ടിരിക്കുന്ന ഒരു കാര്യം കണ്ടു. അവിടെ ഒരു ആയിരവല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു അമ്പലങ്ങളിൽ കൊട്ടാൻ പോകുന്നവർ വരെ ഇതിനകത്തുണ്ടായിരുന്ന പറയുന്നു. ഹലാൽ എന്ന് പറയുന്നത് സ്തുതിയാണ്, ആരാധനയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിശുദ്ധീകരിക്കാൻ വന്ന, അല്ലെങ്കിൽ ഇതിനെ അങ്ങ് ഹൈലൈറ്റ് ചെയ്യാൻ വന്നവർ അമ്പലങ്ങളിൽ കൊട്ടാൻ പോകുന്നവരെ വിളിച്ച് കൊട്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓക്കെ, പൊന്നാടയല്ല ഹലാലാട, ടീക്കെ, എന്തെങ്കിലും വേണ്ട. അപ്പം നമ്മുടെ പെന്തക്കോസിനകത്ത് അങ്ങനത്തെ കുറെ ആളുകളുണ്ട്. ഈ അടുത്ത കാലത്ത് ദുരുപദേശകർക്കിടയിൽ പോയി അവിടെ അന്യാഗ്നി ഇറക്കി വെച്ച് പെന്തക്കോസിന്റെ മെയിൻ സ്ട്രീം കൺവെൻഷനുകളിൽ വന്ന് ഇത് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ പാടുന്നവരുണ്ട്, ആത്മാവിനെ ഇറക്കുന്നവരുണ്ട്. ഇത്തരം വ്യാജന്മാരെ സുബോധമുള്ളവർ തിരിച്ചറിയണം. അതായത് സകല കൊള്ളരുതായ്മയും കാണിക്കുന്ന, മദ്യപിച്ചും തെറി വിളിച്ചും കള്ളപ്രവചനം അടിച്ചും ഭീഷണിപ്പെടുത്തിയും ഗുണ്ടായിസം കാണിച്ചും ദ്രവ്യാഗ്രഹം കാണിച്ചും നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞുകിടന്ന് നിങ്ങളോടുകൂടെ അത് ഉണ്ട് പുളയ്ക്കുന്ന ഇത്തരം വ്യാജന്മാരെ നിങ്ങൾ വിളിച്ച് വേദികൾ കൊടുക്കുകയോ അല്ലെങ്കിൽ അവന്മാരുടെ വേദിയിൽ പോയി ഇരിക്കുകയോ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് സുബോധമുള്ളവർ സുബോധത്തിന്റെ ആത്മാവിൽ തിരിച്ചറിയണം. വേദപുസ്തകത്തെ വേദപുസ്തകം കൊണ്ട് തിരിച്ചറിയാൻ കഴിയണം. ഇത്തരം വ്യാജന്മാരുടെ പൈശാചിക ഇടപാടിന് കൊണ്ടുപോയി തലവയ്ക്കരുത്. അത് പെന്തക്കോസിലായാലും മറ്റെന്തിനകത്തായാലും. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഇവരുടെ തെറ്റുകൾക്കെതിരെ, അല്ലെങ്കിൽ വിവിധ ജാതീയ വിഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള തെറ്റുകൾ ക്രിസ്ത്യാനിറ്റി ഏറ്റെടുത്തതിനെ കുറിച്ച് ഞങ്ങൾ ഒരു ലിസ്റ്റ് ചെയ്ത് ഇവരോട് സംസാരിക്കുമായിരുന്നു. ഉദാഹരണം, ഞാൻ ചില ലിസ്റ്റ് ഒന്ന് വായിക്കാം. അതിനകത്ത് ഒരെണ്ണം ഇപ്പോൾ ഇവർ കൊണ്ടുവന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ ഹലാൽ മേളയുടെ വേദിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. പെരുന്നാൾ, വെടിക്കെട്ട്, മെഴുക് പ്രതിമ, കൊന്ത, ബന്ദിങ്ങ, മൂറോൻ വെള്ളം, രൂപങ്ങൾ, രൂപവണക്കങ്ങൾ, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ശുദ്ധീകരണ സ്ഥല തട്ടിപ്പ്, ദിവ്യബലി, മെഴുകുതിരി, അത്ഭുത ഉറവ, പ്രദക്ഷിണം, വെള്ളിരൂപം, താലി, കപ്യാള, ചൂലെടുത്തടി, കോഴിവെട്ട്, 8 നോയമ്പ്, 16 അടിയന്തരം, അടിമ വയ്ക്കുക, പുണ്യവാളന്മാർ, ദൈവമാതാവ്, വ്യർത്ഥ പൗരോഹിത്യം, നടുക്കെട്ട്, കൈവണക്കം, കൈമുത്തൽ, അന്യമധ്യസ്ഥർ, ദിവ്യബലി, അംശപടി, മുഹൂർത്തനോട്ടം, മലകയറ്റം, രൂപക്കൂട്, തിരുനേർച്ച, അമ്പെഴുന്നള്ളിപ്പ്, കുരിശെഴുന്നള്ളിപ്പ്, കൊടിമരം, ചെണ്ടമേള, നാടകം, ബാൻഡടി, നിറവറ, വെള്ളംതളി, നൊയമ്പ്, കുരുത്തോല, ചരടുകെട്ട്, കിഴക്ക് തിരിഞ്ഞ് പ്രാർത്ഥന, വണക്കമാസം, കൂട് തുറന്ന് വണക്കം, ലൈറ്റ് അണച്ച് വണക്കം, ലൈറ്റ് തെളിച്ച് വണക്കം, റോഡിൽ വീഴൽ, വഴിപാട്, തീർത്ഥയാത്ര, കല്ലുവണക്കം, നടതുറപ്പ്, നട അടയ്ക്കൽ, പുഷ്പമാല്യം, വിശുദ്ധമുടി, വിശുദ്ധവല്ല്, വിശുദ്ധ അസ്ഥി, ഈസ്റ്റർ അപ്പം, ചവിട്ടടി വണക്കം, മൊട്ടയടി, നിലവിളക്ക്, വെഞ്ചരിപ്പ്, കുരിശു ചുമ്മൽ, ജപമാല, നേർച്ചക്കോഴി, നേർച്ച ഭക്ഷണം, നേർച്ച ലേലം, നേർച്ച അരി, നേർച്ച ആട്, നേർച്ച പായസം, കള്ളപ്പം, മണ്ണ് കലക്കിക്കുടി, തുലാഭാരം, റാസ, ഉരുൾനേർച്ച, സഹസ്രനാമം, അന്ത്യകൂദാശ, വിഷുക്കുർബാന, വ്യർത്ഥ പാരമ്പര്യം, അപ്പോക്രിഫ, കുംഭസാരം, കുംഭസാരച്ചീട്ട്, രഥം തെളിക്കുന്ന ക്രിസ്തു, രക്തമൊഴുക്കുന്ന രൂപങ്ങൾ, ശിശുസ്നാനം,
പോപ്പ് വണക്കം, ധൂപക്കുറ്റി, കുന്തിരിക്കം, മരിയോളജി, പുരോഹിതർക്ക് വിവാഹം വിലക്കൽ, മദ്ബ, സഹതാകൾ, മരണശേഷം വിശുദ്ധരാക്കിയ ചടങ്ങ്, കാര്യസാധ്യങ്ങൾക്കുള്ള മധ്യസ്ഥർ, പത്രത്തിൽ ഉപകാരസ്മരണ, സഹരക്ഷക, മുലപ്പാല് വീണ പാറ ചുരണ്ടി തിന്നൽ, കിരീടം ചാർത്തൽ, മഞ്ചം ചുമക്കൽ, ശവത്തെ ഉടുപ്പിക്കൽ, നിത്യകന്യക, നിത്യഗർഭിണി, മരിച്ച മനുഷ്യരോടുള്ള പ്രാർത്ഥന, അമില്ലേനിയം തട്ടിപ്പ്, തലതൊടൽ, തലതൊട്ടപ്പൻ, വിശുദ്ധ വസ്തു വിൽപ്പന, അത്ഭുത കിണർ, പേഴ്സിൽ വെക്കുന്ന രൂപങ്ങൾ, വാക്യപ്പെട്ടി, ഈസ്റ്റർ നാടകം, ഉണ്ണി ഈശോ, മന്ത്രവാദി അച്ഛന്മാർ, പ്രട്ടറിസം, നൊയമ്പ് മാസങ്ങൾ, വിശുദ്ധ മൃഗങ്ങൾ, കൃത്രിമ ബൈബിൾ, കൊരട്ടിമുത്തി, അമ്മ ദൈവം, അമ്മ മധ്യസ്ഥർ, വിശുദ്ധ ചിത്രങ്ങൾ, ധനാകർഷണ വസ്തുക്കൾ, നൊയമ്പ് മാസം, കടമറ്റത്ത് സേവ, ചാട്ടവാറടി, പഴക്കുല നേർച്ച, വിശുദ്ധ നായ, ചരടുകെട്ട്, മുടി നേർച്ച, വിശുദ്ധ തൊലി, കിണർ സേവ, ഒപ്പീസ്, കുന്തിരിക്കം, കുപ്പായ ശേഷിപ്പ്, പുണ്യകഞ്ഞി നേർച്ച, കുരങ്ങോളജി, പരിണാമമറിയ, പാപമോചനച്ചീട്ട്, അസ്ഥി വണക്കം, തലയോട്ടി വണക്കം, വിശുദ്ധ കുപ്പിവെള്ളം, സുഹൃതജപം ചൊല്ലൽ, നേർച്ച ലേലങ്ങൾ, തിരുശേഷിപ്പ്, പുണ്യാളന്മാർ, തിരുവോസ്തി, നൊവേന, അന്ത്യകൂദാശ, ഈ പറയുന്ന പരിപാടികളെല്ലാം തീർത്തു പറയാം പെന്തക്കോസ്ത് നിഷിദ്ധം എന്ന് കണ്ടവയാണ്. ഇത് ലിസ്റ്റ് തീർന്നല്ല, ഇതെല്ലാം നിഷിദ്ധം എന്ന് കണ്ടവയാണ്. അപ്പൊ ഈ നിഷിദ്ധം എന്ന് കണ്ട ഈ കാര്യങ്ങൾ, അതിനകത്ത് ചില കാര്യങ്ങൾ ഈ കഴിഞ്ഞ ഇടക്കാലത്ത് ഇവരകത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തൊന്നാണ് ചെണ്ടമേളം. ഇപ്പൊ നാടകങ്ങളും ബാൻഡ് മേളം ഇങ്ങനെയുള്ള പരിപാടികൾ പലതും ഇവർ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ചെണ്ടമേളം ഇപ്പം റീസെന്റ് ഇവർ കൊണ്ടുവന്ന് ഹലാലാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഓർക്കുക, ഹലാൽ എന്ന് പറയുന്ന പദം ബൈബിൾ ഉച്ചാരണത്തിലില്ല, ആൻഷ്യൻ ഹീബ്രു ലാംഗ്വേജിൽ ഇല്ല. ഹല്ലേൽ എന്നാണുള്ളത്. ഈ ഹലാലായി ഇവരവിടെ അവതരിപ്പിച്ച കള്ളപ്രവചനം, വ്യാജരോഗശാന്തി, അതേപോലെ തന്നെ ചെണ്ടമേളം, അതേപോലെ തന്നെ പുകയ്ക്കൽ, പിന്നെ ലൈറ്റ് നാടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കളർ ലൈറ്റ് പരിപാടികൾ, പിന്നെ ആദരിക്കൽ, പൊന്നാട, ഈ പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ ഒരു കാലത്ത് ആത്മീക കാഴ്ചപ്പാടുണ്ടായിരുന്ന പെന്തക്കോസ്ത് അനുഭവം ഉണ്ടായിരുന്നവർ നിഷിദ്ധം, വചനവിരുദ്ധം എന്ന് കണ്ടവയാണ്. അത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ വേർപാടോടുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അപ്പോൾ തന്നെ ഈ ലോകത്തിനോട് അനുരൂപമാകാതെ എന്ന് പറഞ്ഞാൽ വേർപാട് ആചരിച്ച് കർത്തൃമേശ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് അപ്പോസ്തലിക ഉപദേശം കേട്ട് കർത്താവിന്റെ സാക്ഷികളായി അങ്ങനെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരുടെ ഒരു കൂട്ടമാണ് ദൈവസഭയുടെ അല്ലെങ്കിൽ പെന്തക്കോസ്ത് അനുഭവത്തിൽ നിന്നിരുന്ന ഒരു ദൈവസഭയുടെ ഒരു കഴിഞ്ഞ കാലം എന്ന് പറയുന്നത്. ഇന്ന് ഇതെല്ലാം പറയുമ്പോഴത്തേക്ക് ആളുകൾക്ക് ഭയങ്കര, ഇപ്പോൾ ആളുകളെ നേടാൻ വേണ്ടിയിട്ട് ചെണ്ടമേളം, ആളുകളെ നേടാൻ വേണ്ടിയിട്ട് പുകയ്ക്കൽ, ആളുകളെ നേടാൻ വേണ്ടിയിട്ട് ലൈറ്റ് പരിപാടി, ആളുകളെ നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പല പണി കാണിച്ചുകൊണ്ട് ഈ കണ്ടക്കൊള്ള. ഇനി അതുകൂടാതെ മന്ത്രവാദം, രാഷ്ട്രീയം, ജാതി വർഗീയത, ജാതി പറഞ്ഞു വോട്ട് ചോദിക്കൽ, കാലുവെട്ടൽ, ഇങ്ങനെ പല കൊള്ളരുതായ്മയും ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് അപ്പോൾ തന്നെ കൂടെ വർഷങ്ങളോളം പ്രവർത്തിച്ച ദൈവദാസന്മാരെ അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളിൽ കയറി വ്യഭിചാരം ചെയ്തവരെ വരെ വിളിച്ച് ഇവർക്ക് വേണ്ടി പ്രതികരിക്കാൻ വേണ്ടി പ്രസംഗിക്കുക. നാണവും മാനവും അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഈ വക തോന്നിയവാസത്തിന് നടക്കൂ. ഞാൻ നേരത്തെ വായിച്ച ചീട്ടും അതിന്റെ കാര്യങ്ങളും ലിസ്റ്റും എല്ലാം അതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന വേറെ സമൂഹമുണ്ട്, അവർ അവരുടെ കൺസെപ്റ്റിൽ അംഗീകരിച്ചോട്ടെ. പക്ഷെ പെന്തക്കോസ്റ്റിന്റെ അനുഭവമുള്ള ദൈവസഭയ്ക്ക് ഇത് യോഗ്യമല്ല. ഇന്ന് പലരും അത് കൊണ്ടു കിടക്കുന്നുണ്ടായിരിക്കാം. പെന്തക്കോസ്റ്റിൽ പലർക്കും ആത്മീക മൂല്യം നഷ്ടപ്പെട്ട ഒരു തലമുറയായി അല്ലെങ്കിൽ ഒരവസ്ഥയായി മാറിയിട്ടുണ്ടാവാം. പക്ഷേ ചേറിനുള്ളിൽ നിന്ന് വേർവിട്ട് താമര നിൽക്കുന്നത് പോലെ ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു സമൂഹം ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഒന്ന് രണ്ട് വാക്കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്താം.
ഇപ്പൊ ഈ ഹലാൽ നാടകം നടത്തിയവരോട് എനിക്ക് പറയാനുള്ളത്, നാളെ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഹിജറ നടത്തണം, ഭജന നടത്തണം, വിവിധ പൂജകൾ നടത്തണം, പിന്നെ ഒപ്പീസ് നടത്തണം, പിന്നെ പറ്റുകയാണെങ്കിൽ ധൂപക്കുറ്റിയൊക്കെ എടുത്തു. ഏതായാലും നിങ്ങൾക്ക് പുക വേണം, ധൂപക്കുറ്റി എടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നേർച്ച പരിപാടിയോ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. എങ്ങനെയും നിങ്ങളുടെ മുമ്പിൽ വരുന്ന ആളുകളുടെ പോക്കറ്റിലിരിക്കുന്ന കാശ് അടിച്ചു മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലും ഒക്കെ ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ഹലാൽ കള്ളന്മാർ അത് നടത്തണം. പെന്തക്കോസ്തിന്റെ മറവിൽ ഹലാൽ വ്യാജം അവതരിപ്പിച്ച പിശാച് ബാധിച്ചവർ നടത്തണം. നിങ്ങളിങ്ങനെ ലോകത്തിലേക്ക് ഇറങ്ങി ദൈവവുമായി ബന്ധമില്ലാത്ത ഒരു സമൂഹത്തെ ഇതിനകത്തുനിന്ന് അടിച്ചു മാറ്റി അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നത് കാണുന്ന സുബോധമുള്ള ചിലരെങ്കിലും തിരിച്ചറിയണം. ഈ ഹലാൽ കള്ളന്മാർ പല പണിയും നോക്കിയിട്ട് നടക്കാതെ അവസാനം വന്നെത്തിയിരിക്കുന്ന പരിപാടിയാണ്. ഇനി ഇതിനോട് ചേർത്ത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാനൊരു ടൈം സെറ്റ് ചെയ്തിട്ട് ഞാൻ അതുവരെ പറഞ്ഞു നിർത്തുക. അതുകൊണ്ട് പറയട്ടെ, ബൈബിളിൽ ഇല്ലാത്ത പദമാണ് ഹലാൽ. ബൈബിളിലുള്ളത് ഹല്ലേൽ എന്നാണ്. അതിന്റെ ഉച്ചാരണം പോലും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പോലെ അല്ല. അതിനോട് ഏറ്റവും നീതി പുലർത്തിയ പദമാണ് ഹല്ലേലൂയ. അത് വിവിധ ഭാഷകളിൽ അങ്ങനെയാണ്. അതിനെ വളച്ചൊടിച്ച് മറ്റൊരു സാത്താന്യമായ വ്യാപാരമുള്ള, കച്ചവട ബുദ്ധിയുള്ള, മറ്റൊരു പൈശാചിക ഡീലിംഗ് വരാനിരിക്കുന്ന ലോകത്തിലേക്ക് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ഭാവി കാലത്തേക്ക് എതിർ ക്രിസ്തുവിന്റെ മുദ്രയോട് പോലും ചേർത്ത് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മിഡിൽ ഈസ്റ്റ് വ്യാപാരത്തിന്റെ പദത്തിലേക്ക് ഇറക്കി പെന്തക്കോസ്തിന്റെ തലമുറയെ വഴിതെറ്റിക്കുന്ന കള്ളന്മാരെ സുബോധത്തിന്റെ ആത്മാവുള്ളവർ തിരിച്ചറിയണം. ദൈവജനം അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. കള്ളപ്രവാചകന്മാരും വ്യാജ രോഗശാന്തിക്കാരും അന്യായ ഭാഷക്കാരും ദുരുപദേശകരും ദ്രവ്യാഗ്രഹികളും വ്യഭിചാരികളും ഈ ലോകത്തോട് അനുരൂപപ്പെട്ടവരും ഇപ്പം കമന്റ് ബോക്സിൽ തെറി വിളിച്ചുകൊണ്ടിരുന്ന ഗുണ്ടകളും പെൺഗുണ്ടകളും ഇങ്ങനെയുള്ള പിശാച് ബാധിച്ചവർ നിങ്ങളെയോ നിങ്ങളുടെ തലമുറയോ വഞ്ചിക്കാതെ സൂക്ഷിക്കുക. ഇതിന്റെ ബാക്കി പറയേണ്ടി വന്നാൽ കൂടുതൽ ഡീറ്റെയിൽസോടുകൂടെ, ഇതിൻ്റെതല്ല ഇവരുടെ എല്ലാം കയ്യിലിരിപ്പിന്റെ കൂടുതൽ ഡീറ്റെയിൽസോടുകൂടെ ഞാൻ വീണ്ടും സംസാരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഹലാൽ വ്യാജങ്ങൾ ഒഴിഞ്ഞിരിക്കുക. ഇങ്ങനത്തെ പൈശാചികതയിൽ നിങ്ങളോ നിങ്ങളുടെ കുഞ്ഞുങ്ങളോ പെടാതിരിക്കട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിന്നെ ഇതിന്റെ പേരിൽ കേസ് കൊടുക്കാനോ ഗുണ്ടായിസമോ കൊട്ടേഷനോ കൊടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ചെയ്യണം. വീട്ടിൽ വന്നല്ലാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയച്ചാൽ അഡ്രസ്സ് വരുന്നതായിരിക്കും.